ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2020 ഒരു ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി വാനിഷ്ഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു സാധാരണ മൂവി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മൂവി കണ്ടു തുടങ്ങിയത്. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഈ മൂവിയിലെ ക്ലൈമാക്സ് എന്താണെന്ന് ഗസ് ചെയ്യാൻ പോലും കഴിയത്തില്ല. അതുപോലെയുള്ളൊരു ക്ലൈമാക്സ് ആയിരിക്കും. ഒരച്ഛൻ, അമ്മ, അവരുടെ മകള്, പിന്നെ ഒരു നായ്ക്കുട്ടി, ഇവർ 4 പേരും വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി അവരുടെ ഒരു RV എടുത്തിട്ട് ഒരു വലിയ നദിയുടെ കരയിലേക്ക് വരുന്നു. ആ നദിയുടെ കരയിലേക്ക് ഇവർ വന്നതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന മകളെ പെട്ടെന്ന് കാണാതാവുന്നു. ഇതിനു ശേഷം ഈ സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യം മുതൽ അവസാനം വരെയും നമുക്കൊരു പിടിയും തരാതെ കൊണ്ടുപോകുന്നൊരു സ്റ്റോറിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും, ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ ആരംഭത്തിലെ കാടിനുള്ളിലൂടെ ഒരാൾ അതിവേഗതയിൽ ഓടിപ്പോകുന്നു. അങ്ങനെ അയാൾ ഓടിപ്പോകുമ്പോൾ അയാളുടെ പിറകെ തന്നെ ഒരുപാട് പോലീസുകാരും പോലീസ് നായ്ക്കളും ആ ഒരാളുടെ പിറകെ തന്നെ പോകുന്നുണ്ട് അയാളെ പിടിക്കാൻ വേണ്ടി. കാരണം വേറെ ഒന്നുമല്ല, ആ ഓടിപ്പോയത് ഒരു ജയിൽ കുറ്റവാളിയായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നവംബർ 19, 2018. ഈ കഥ നടക്കുന്ന കാലഘട്ടം അതാണ്. ഇപ്പോൾ വലിയൊരു RV റോഡിലൂടെ പോകുന്നുണ്ട്. ആ ഒരു RVക്കുള്ളിൽ കാണിക്കുമ്പോൾ ഒരച്ഛൻ, അമ്മ, അതേപോലെ തന്നെ അവരുടെ മകള്, അവർ വളർത്തുന്ന ഒരു നായ്ക്കുട്ടി, ഇവരെല്ലാവരും ഒരു യാത്ര പോവാണ്. അങ്ങനെ പോകുമ്പോൾ ബസ്സിനകത്തിരുന്ന് എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെ പാട്ടെല്ലാം പാടുന്നുണ്ട്. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ പേര് ടൈലർ, അവളുടെ അമ്മയുടെ പേര് വെൻഡി, അച്ഛൻ്റെ പേര് പോൾ. അങ്ങനെ പോള് തൻ്റെ മകളായിട്ടുള്ള വെൻഡിയോട് പറയും, ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു പുഴയുടെ അടുത്തേക്ക് ചെന്നിട്ട് മീൻ പിടിക്കാനായിട്ട് പോകണം എന്ന് പറയുന്നതും ഇപ്പോൾ വെൻഡിക്കും നല്ല സന്തോഷമായിട്ട് നമ്മൾ എന്തായാലും അവിടേക്ക് ചെല്ലാൻ പോവാണെന്ന് പറഞ്ഞ് ഇവർ 3 പേരും ആ ഒരു RV ആയിട്ട് ഈ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് RVകളും അതേപോലെ തന്നെ മറ്റ് യാത്രക്കാരെല്ലാം ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഇവിടെ കഴിയണമെന്നുണ്ടെങ്കിൽ തന്നെ റെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റ് നടത്തുന്ന ഒരാളുണ്ട്, അയാളുടെ പേര് ടോം. അങ്ങനെ അയാൾ അവിടേക്ക് വന്നിട്ട് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ആരൊക്കെ വണ്ടിയിലുണ്ട്, എത്ര ദിവസമാണ് നിങ്ങളിവിടെ കഴിയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പോൾ, എൻ്റെ ഭാര്യ വെൻഡിയുണ്ട്. അപ്പോഴാണ് അകത്ത് ടൈലർ സംസാരിക്കുന്ന ആ ഒരു ശബ്ദം, അതുമല്ല അവർ നായകരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ടോം ചോദിക്കും, അതാരാന്ന് ചോദിക്കുമ്പോൾ, ഓ, അത് ഞങ്ങളുടെ മകള് ടൈലറാണ്, അവൾക്കിപ്പോൾ 10 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നും പറയും. എന്നിട്ട് ഇവർക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്ഥലവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ അത് ടോം പറയുന്നുണ്ട്, നാളെ രാവിലെ തന്നെ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അധികമായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് ഈടാക്കും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അകത്തേക്ക് കയറി പോകുന്നത്. കുറച്ച് റൂഡായിട്ട് പെരുമാറുന്നുണ്ട്. അയാളുടെ സംസാരം അത്ര സൗമ്യമായിട്ടുള്ള രീതിയിലല്ല. അങ്ങനെ RV അവിടെ പാർക്ക് ചെയ്ത്, അറിയാലോ, ഒരു വീടിന് തുല്യമായിട്ടാണ് ഈ ഒരു RV തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ RV അവിടെ പാർക്ക് ചെയ്ത് ചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നിട്ട് വെൻഡിയും പോളും വെളിയിലേക്ക് ഇറങ്ങി ഇപ്പോൾ ടൈലറിനോട് പറയും, ഓക്കെ, നമ്മൾ ഫിഷിങ്ങിന് പോകുന്നതിന് മുന്നേ നീ നല്ലതുപോലെ ഡ്രസ്സ് ചെയ്യണം, കൂടാതെ നായ്ക്ക് ഫുഡും കൊടുക്കണം, എന്നിട്ടേ വെളിയിലേക്ക് ഇറങ്ങി വരാവൂ എന്ന് പറഞ്ഞ് പോള് ഈ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെൻഡി നടക്കാനായിട്ട് ആ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ടല്ലോ അതിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ പോകും. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ ക്യാമ്പിംഗ് സൈറ്റിൽ ജോലി ചെയ്യുന്ന ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു പയ്യനെ കാണുന്നത്. അവനെ നോക്കി കൈ കാണിക്കുമ്പോൾ അവൻ വലിയ രീതിയിൽ ചിരിക്കുന്നതൊന്നുമില്ല. അങ്ങനെ വെൻഡി നേരെ ടോമിന്റെ ആ ഒരു ഷോപ്പിനകത്തേക്ക് കയറി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ടോമിനെ കാണാനില്ല. അങ്ങനെ അവള് ബുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ പോള് ഈ ഫിഷിംഗ് റാഡ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാണ്. അപ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു ചെറിയ ബാത്ത് ടബില് ഒരു പെണ്ണിരുന്ന് കുളിക്കുന്നു. അങ്ങനെ അവള് പെട്ടെന്ന് ഈ ബിക്കിനിയെല്ലാം ധരിച്ച് എഴുന്നേൽക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ചു നേരം അവളെ നോക്കി നിൽക്കും. അപ്പൊ ആ പെണ്ണാണെങ്കിലോ നമ്മുടെ പോളിനെ കാണുന്നതും പോള് പെട്ടെന്ന് മുന്നിലേക്ക് നടക്കുമ്പോൾ ആ ഒരു RVയിൽ വന്നിരിക്കും. ഇത് കണ്ട ആ പെണ്ണ് അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ പെണ്ണിനോട് പോള് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ പേര് പറയുന്നത് മിറാണ്ട. അവർ ഇന്നലെയാണ് ഇവിടെ വന്നതെന്നും പറയും. അപ്പോൾ പോള് അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിട്ട്, ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവാണ്, കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് മീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും രാത്രിയിൽ ഡിന്നർ കഴിക്കാനായിട്ട് വരണം എന്ന് പറഞ്ഞ് അവളെ ക്ഷണിക്കുന്നു. അപ്പോൾ മിറാണ്ട പറയും, ഓക്കെ, ഞങ്ങൾ എന്തായാലും വരാം, ദേ അതാണ് ഞങ്ങളുടെ RV, ഞാനും എൻ്റെ ഭർത്താവും എന്തായാലും വരാമെന്ന് പറയുമ്പോൾ പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ കല്യാണം കഴിച്ചതാണെന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് പോളും മിറാണ്ടയും പോൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ വെൻഡി ആ ഷോപ്പിൽ നിന്നും അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങി താഴേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ വെൻഡിയോട് വന്ന് സംസാരിച്ച് വാങ്ങിയ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് ഈ ഫിഷിങ്ങിന് പോകുന്നതിന് മുന്നേ കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെയുള്ള ഒരു ടേബിളിന് മുകളിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കും. എന്നിട്ട് പോളിനോട് വെൻഡി പറയും, ഓക്കെ, എന്തായാലും ടൈലറിനെ വിളിക്ക് എന്ന് പറയുമ്പോൾ ഇവരുടെ ആ ഒരു നായ ഉണ്ടല്ലോ അതിന്റെ പേര് ലക്കി എന്നാണ്. അത് വിടുന്ന് താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ ആ നായയോട്, ഹേ ലക്കി,
അങ്ങനെയൊന്നും ചെയ്യരുത്, അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞ് നായനെ അകത്തേക്ക് ആക്കിയിട്ട് ടൈലറിനെ വിളിക്കുമ്പോൾ ടൈലറിനെ അവിടെ കാണാനില്ല. അപ്പോൾ വെൻഡി പറയും ഞാൻ പോയി വിളിക്കാൻ, ചിലപ്പോൾ അവൾ ബാത്റൂമിലായിരിക്കും എന്ന് പറഞ്ഞ് അകത്തേക്ക് വന്നിട്ട് ടൈലർ താഴേക്ക് വാന്ന് പറയുമ്പോൾ അവൾ അപ്പോഴും വരുന്നില്ല. ഇപ്പോൾ ടൈലർ എവിടെയാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ രണ്ടുപേരും നല്ലതുപോലെ തന്നെ ആ ഒരു ആർവിക്ക് ചുറ്റും അവളെ അന്വേഷിക്കുകയാണ്. കുറച്ചു നേരം മാത്രമേ ആയിട്ടുള്ളൂ ഇവർ രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ട്. അതിനുള്ളിൽ ടൈലർ എവിടെ പോയെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ രണ്ടുപേരും അവിടെ എല്ലാം കിടന്ന് നടന്ന് അടുത്തുള്ള ആ ഒരു ഷെഡിനകത്ത് കയറി നോക്കുന്നു. അതേസമയം തന്നെ ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ അവന്റെ ആ ഒരു വണ്ടി ഓടിച്ചിട്ട് അതിന്റെ മുകളിലൂടെ പോകുന്നുണ്ട്. അങ്ങനെ ടൈലറിനെ അന്വേഷിച്ച് അവസാനം കണ്ടെത്താതാവുന്നതും പിന്നീട് കാണിക്കുന്നത് ഇവിടേക്ക് പോലീസ് വരുന്നതാണ്. ഷെരീഫായിട്ടുള്ള ബേക്കറും ഡെപ്യൂട്ടി ആയിട്ടുള്ള റേക്സും രണ്ടുപേരും അവിടേക്ക് വരുമ്പോൾ റേക്സ് ബേക്കറിനോട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ജയിലിൽ നിന്ന് വന്ന ആ ഒരു കുറ്റവാളി ഇവിടെ അടുത്തുള്ള കാടിനുള്ളിലേക്കാണ് ഓടിക്കയറിയത്. കാടിനുള്ളിൽ രക്തം കണ്ടതായിട്ട് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇപ്പോൾ നമുക്ക് വരുന്ന സംശയം വേറെ ഒന്നുമല്ല, കാണാതായിട്ടുള്ള ടൈലറിനെ ആ കുറ്റവാളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? അങ്ങനെ ഷെരീഫ് ബേക്കർ നേരെ ഇവരുടെ മുന്നിലേക്ക് വരും. എന്നിട്ട് ഇവരോട് പറയും, ഓക്കെ നിങ്ങൾ വിഷമിക്കേണ്ട, എന്തായാലും സമാധാനിക്ക്, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ടൈലറിനെ കണ്ടുപിടിക്കും. ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട, ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരണമെന്നും പറഞ്ഞ് ഇവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഫിഷിംഗ് റാഡ് എടുക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമായിരുന്നു. വെണ്ടിയാണെങ്കിലോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഷോപ്പിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടെയുള്ള ആളുകളെല്ലാം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഷെരീഫ് ബേക്കർ പറയും, ടോം ഒരിക്കലും ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ ജസ്റ്റിൻ ആണെങ്കിലോ അവന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ ആർവിയുള്ള മിറാൻഡയും അവളുടെ ഭർത്താവും അവർ കഴിഞ്ഞ 1 മാസമായിട്ട് ലോകം മുഴുവനായിട്ടും യാത്ര ചെയ്യുമായിരുന്നെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണ് അവർ രണ്ടുപേരും ഇവിടേക്ക് വന്നത്. അതുമല്ല ഈ സമയത്ത് അധിക സന്ദർശകർ ഈ സ്ഥലത്തേക്ക് വരുന്നതല്ല, അതുകൊണ്ട് ഈ സമയത്ത് വലിയ തിരക്കില്ലാത്തതാണ്. അപ്പോൾ പോളും വെണ്ടിയും പറയുന്നത്, ഇല്ല ഇവിടെ ഉള്ളവരോട് ഒന്നുകൂടി ചോദിച്ചു നോക്കാൻ പറയുമ്പോൾ ഇല്ല ഞങ്ങൾ എല്ലാവരും ചോദ്യം ചെയ്തു. ചിലപ്പോൾ കുട്ടികൾ സാധാരണ ഇതുപോലെ ചുറ്റി നടക്കാൻ വേണ്ടി എവിടേക്കെങ്കിലും പോയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വഴി തെറ്റിയതായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട, എൻ്റെ ഈ ഒരു സ്റ്റേഷൻ പരിധിയിൽ ഇതുവരെയും ഒരു കുട്ടികളെയും കാണാതായിട്ടില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുട്ടികളും കാണാതാവാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങളെ കുട്ടിയെ എന്തായാലും ഞങ്ങൾ കണ്ടുപിടിക്കും. എന്നിട്ടൊരു സാറ്റലൈറ്റ് ഫോണും ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിളിക്കണമെന്നും പറഞ്ഞ് ബേക്കർ അവിടെ നിന്ന് പോകുന്നു. അതേസമയം ഈ കാടിനുള്ളിൽ കാണിക്കുമ്പോൾ ഒരു മുട്ടത്തലയൻ എന്തോ ഒരു കാര്യം പിടിച്ചു വെച്ചിട്ട് തൻ്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ചിട്ട് അതിനോട് പറയുന്നുണ്ട്, ഇല്ല ഇപ്പൊ കഴിയും, കുറച്ചു നേരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനെ അറുത്ത് കൊല്ലുന്നു. അതേസമയം ഇവിടെ വെണ്ടിയെയും പോളിനെ കാണിക്കുമ്പോൾ രണ്ടുപേരും വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ വെണ്ടിക്കാണെങ്കിലോ ഒട്ടും കഴിയുന്നില്ല. അവൾ പോളിനോട് പറയും, പോൾ നമുക്ക് രണ്ടുപേർക്കും എന്തായാലും പോയിട്ട് അവളെ അന്വേഷിക്കാം, നമ്മളും കൂടി അവളെ അന്വേഷിച്ചേ മതിയാവുള്ളൂ പറയുമ്പോൾ പോൾ ആദ്യം പറയും, ഇല്ല പോലീസുകാർ വെളിയിലുണ്ട്, അവരൊരിക്കലും നമ്മളെ അന്വേഷിക്കാനായിട്ട് സമ്മതിക്കില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, അവരെന്തായാലും അവളെ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ വെൻഡി പറയും, ഇല്ല പോൾ എന്തായാലും എനിക്ക് കഴിയുന്നില്ല, നമുക്കും വെളിയിലേക്ക് പോവാന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ പോള് 2 ടോർച്ചും എടുത്തിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അതേസമയം ആ സ്ഥലത്ത് മുഴുവനായിട്ടും പോലീസുകാരും ഉണ്ട്. ഇപ്പോൾ കാടിനുള്ളിൽ കാണിക്കുമ്പോൾ ഒരുപാട് പോലീസുകാർ ടൈലറിനെ അന്വേഷിച്ച് ഈ നായ്ക്കളുമായിട്ട് കാടിനുള്ളിൽ അവളെ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം വെൻഡിയും പോളും രണ്ടുപേരും ഈ പോലീസുകാർ കാണാതെ അവർ മറ്റൊരു വശത്തേക്ക് പോകുന്നു. അങ്ങനെ കാടിനുള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവർ നടന്നു പോകുന്ന ആ ഒരു ഭാഗത്ത് ആരോ ഒരാൾ തീയെല്ലാം കൂട്ടിയിട്ട് ക്യാമ്പ് ചെയ്തേക്കാണ്. അപ്പൊ അവിടെ കിടന്ന് ഉറങ്ങുന്ന ആ ഒരാളുടെ അടുത്തേക്ക് രണ്ടുപേരും നടന്നു ചെല്ലുമ്പോൾ ഇത് വേറെ ആരുമല്ല, നമ്മൾ നേരത്തെ കണ്ടല്ലോ കാടിനകത്ത് വെച്ചൊരു മുട്ട എന്തോ ഒരു കാര്യം കട്ട് ചെയ്യുന്നത് അതേ മുട്ടയാണ്. അതുമല്ല അവൻ അടുത്തായിട്ട് തന്നെ ഒരു തോക്കുണ്ട്. ഇത് കണ്ട വെൻഡി പതിയെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ അറിയാതെ തന്നെ ആ തോക്ക് കയ്യിലെടുക്കും. അപ്പൊ പോള്, വെൻഡി ആ തോക്ക് എന്റെ കയ്യിലെത്താ എന്ന് പറയുമ്പോൾ തന്നെ ഈ ശബ്ദം കേട്ട ആ മുട്ട പെട്ടെന്ന് കണ്ണു തുറക്കുന്നതും വെൻഡിയുടെ കയ്യിൽ ആ ഒരു തോക്ക് കണ്ട് അവൻ ആ തോക്ക് പിടിച്ചു വാങ്ങും. ആ സമയത്ത് തോക്ക് ഫയറായിട്ട് ഈ ശബ്ദം കാടിനുള്ളിലുള്ള എല്ലാ പോലീസുകാരും കേൾക്കുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ കാണിക്കുമ്പോഴാണ് വെൻഡി ഷൂട്ട് ചെയ്തതിൽ അയാൾ മരണപ്പെട്ടു. ഇപ്പോൾ രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസുകാരും ആരും അറിയാതെ ഇവർ രണ്ടുപേരും തിരിച്ച് ആ ആർവിയിലേക്ക് തന്നെ വരും. വെൻഡി ആണെങ്കിലോ ഇപ്പോൾ തന്റെ ദേഹത്തുള്ള ആ ഒരു രക്തം മുഴുവനായിട്ടും കഴുകി കളയാൻ വേണ്ടി അവൾ ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ പേടിക്കും. അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വന്ന് പോളിനോട് പറയും, പോൾ നമ്മൾ എന്തായാലും ഈ കാര്യം പോലീസുകാരോട് പറയണം, കാരണം നമ്മളൊരു കൊലപാതകം ചെയ്തു. പോലീസിനോട് ഇത് പറയണമെന്ന് പറയുമ്പോൾ പോൾ പറയും, ഇല്ല ഒരിക്കലും അങ്ങനെയല്ല, ഇതറിയാതെ സംഭവിച്ചതാണ്, നമ്മളൊരാളെ കൊന്നതല്ല, അതുകൊണ്ട് ഈ കാര്യം പോലീസിനോട് പറയണ്ടെന്ന് പോൾ പറയും. നമുക്കിപ്പോൾ ആവശ്യം നമ്മുടെ മകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇതിലൂടെ തന്നെ കടന്നു പോകുമെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള ആ ഒരു തോക്കുണ്ടല്ലോ അതെടുത്ത് ഈ ആർവിയിൽ തന്നെ ഒളിപ്പിച്ചു വെക്കും. ആ സമയത്താണ് വെളിയിൽ ബേക്കർ ആ ഒരു പോലീസുകാരൻ വരുന്നത്. ഈ ശബ്ദം കേട്ട്
വെന്റിയോട് അകത്തേക്ക് കയറി പോകാൻ പറയും. എന്നിട്ട് പോൾ വന്ന് ആ ഒരു ഡോർ തുറന്നു കൊടുക്കുന്നതും ഇപ്പോൾ പോലീസുകാരൻ അകത്തേക്ക് കയറിയിട്ട് അല്ല നിങ്ങളുടെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവള് കുളിക്കുമായിരുന്നു, ഇപ്പോൾ വസ്ത്രം മാറി വരും. അല്ല എന്തു പറ്റി സാർ, രാവിലെ തന്നെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ, ഞങ്ങളുടെ മകളെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയും ഇല്ല, ഇന്ന് രാവിലത്തെ ആ ഒരു വാർത്ത കണ്ടില്ലേ, അതുമല്ല പുറത്തുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്ന് ബേക്കർ പറയും. അതേസമയം തന്നെ പോള് ബേക്കറിന് വേണ്ടിയിട്ട് കോഫി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കോഫി ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, വെന്റിയുടെ തലയിൽ ആ ഒരു ഹാറ്റ് അത് ടേബിളിൽ ഇരിക്കുമായിരുന്നു. അതും കൂടാതെ ആ ഹാറ്റിൽ രക്തം പറ്റിയിട്ടുണ്ട്. ഇത് ആ പോലീസുകാരൻ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാവും, ഇതെടുത്ത് മാറ്റിയേ മതിയാവും. ആ ഒരു ടെൻഷനിൽ തന്നെ പോള് ഈ ഹാറ്റിലേക്ക് നോക്കിയാണ് കോഫി ഇടുന്നത്. പോലീസുകാരനാണെങ്കിലും ഈ ഹാറ്റ് കാണുന്നതുമില്ല. എന്നിട്ട് പോള് സംസാരിച്ച് അവസാനം ഈ കോഫി കൊണ്ടുവന്ന് പോലീസുകാരന്റെ ദേഹത്തെ ഇങ്ങനെ മറിച്ചിടും. എന്നിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു ടേബിൾ തുടയ്ക്കാൻ വേണ്ടി ഈ ഹാറ്റ് എടുക്കും. എന്നിട്ട് ടേബിൾ പെട്ടെന്ന് തുടച്ചിട്ട് അതെടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയും ചെയ്യും. അതുകൊണ്ട് ആ പോലീസുകാരൻ ഈ ഹാറ്റ് കാണുന്നില്ല. ആ സമയത്ത് തന്നെ വെന്റി അകത്തു നിന്ന് വെളിയിലേക്ക് വരുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരോട് സംസാരിക്കും. അല്ല നിങ്ങൾ ഇതുപോലെ ഇന്നലെ രാത്രിയിൽ ഒരു വെടിയച്ച കേട്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും കേട്ടിരുന്നു, പക്ഷെ അത് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ഷെരീഫായിട്ടുള്ള ബേക്കർ പറയുന്നത് ഒരു ആർമി ഉദ്യോഗസ്ഥനുണ്ട്, എല്ലാ മാസവും ഈ കാടിനുള്ളിൽ വന്നിട്ട് അദ്ദേഹം ക്യാമ്പ് ചെയ്യാറുണ്ട്. ഇന്നലെ രാത്രി ആരോ ഒരാള് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് കൊന്നു. ഞങ്ങൾ വിചാരിക്കുന്നത് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു കുറ്റവാളിയില്ലേ അവനെയാണ്. അതുപോലെ നിങ്ങളുടെ മകളെ കാണാതായി, ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുകൂടി പറയുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും നല്ലതുപോലെ ഷോക്കാവുന്നു. കാരണം വേറെ ഒന്നല്ല, ഇവർ രണ്ടുപേരും വിചാരിച്ചിരുന്നത് അയാളായിരിക്കാം ചിലപ്പോൾ ഇവരുടെ മകളെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ആ ഒരു പേടിയിലാണ് രണ്ടുപേരും ഇന്നലെ രാത്രി അയാളുടെ അടുത്തേക്ക് പോയത്. പക്ഷെ അതൊരു ആർമി ഓഫീസറാണെന്ന് കൂടി മനസ്സിലാക്കുമ്പോൾ ഇവർ നല്ലതുപോലെ തന്നെ പേടിക്കും. ഇപ്പോൾ ബേക്കർ പോയതിനു ശേഷം വെന്റിക്ക് നല്ല പേടി, ഞാനൊരു നിരപരാധിയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവള് പേടിച്ചിരുന്ന് കരയാണ്. അപ്പോൾ പോൾ വന്ന് സമാധാനിപ്പിക്കും. അപ്പോഴാണ് ഇവിടെ ജോലി ചെയ്യുന്ന ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ ആ ഒരു വണ്ടി ഓടിച്ച് ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മകളെ കാണാതായ കാര്യം ഞാൻ കേട്ടിരുന്നു, എനിക്ക് നല്ല വിഷമമുണ്ട്, അല്ല നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും 10. എന്നിട്ടാണ് പെട്ടെന്ന് ഇവർ രണ്ടുപേരും സംശയത്തോടെ അവനോട് ചോദിക്കുന്നത് അല്ല നീ എന്തിനാ ഞങ്ങളുടെ മകളുടെ വയസ്സ് ചോദിക്കുന്നത്, അതറിഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പോൾ അവനും പെട്ടെന്ന് ടെൻഷനാവും. ഇല്ല ഞാൻ അങ്ങനെ ചോദിച്ചതല്ല, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, സോറി എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ആ ഒരു വണ്ടി എടുത്തിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവന് ബാലൻസ് ഒന്നും കിട്ടുന്നില്ല. എന്തോ ഒരു പേടിയുള്ളതുപോലെ അവൻ പെട്ടെന്ന് ആ ഒരു വണ്ടി ഓടിച്ച് അവിടെ നിന്ന് പോകുന്നു. അതേസമയം തന്നെ ടോം എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ, അയാളുടെ ഷോപ്പിൽ നിന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോളിനെയും വെന്റിനെയും നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു പരാതി എഴുതി വാങ്ങിക്കുകയാണ്. അപ്പോഴും നമ്മുടെ വെന്റിക്ക് നല്ല പേടിയുണ്ട്, കാരണം അവളൊരാളെ കൊന്നല്ലോ. ഇനിയിപ്പോൾ അത് സംശയിച്ചാണോ ഇവർ വിളിക്കുന്നതെന്നും വെന്റിക്ക് പേടിയുണ്ട്. പക്ഷെ പോളാണെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വെളിയിൽ വന്ന് ഈ ന്യൂസ് ചാനലുകളെല്ലാം വിളിച്ചിട്ട് ഇപ്പം ഈ വാർത്ത അവർക്കും കൊടുക്കും. ഇതുപോലെ ടൈലർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട്, 2 ദിവസം മുന്നേ ജയിൽ ചാടിയ ഒരു കുറ്റവാളി ഞങ്ങൾക്കിതിൽ സംശയമുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചാനലുകളുടെ മുന്നിൽ ഇവർ സംസാരിക്കുന്നു. കൂടാതെ അവിടെയുള്ള പല സ്ഥലങ്ങളിലും ടൈലർ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടല്ലോ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോയും ഒട്ടിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഈ ഒരു കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആയത്. ഇതൊരു മിസ്സിംഗ് കേസായിട്ട് എടുത്തത് തന്നെ ഇപ്പോഴാണ്. അങ്ങനെ വെന്റിയും പോളും അവരുടെ ആർവിയിൽ തന്നെ തിരിച്ച് ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് വരികയാണ്. കാരണം അവർക്ക് ആകെയുള്ളത് ആ ഒരു ആർവി മാത്രമാണ്. അങ്ങനെ രണ്ടുപേരും ആർവിയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് മറ്റൊരു ആർവിയിൽ താമസിക്കുന്ന മിറാണ്ടയും അവളുടെ ഭർത്താവ് ഈറിക്കും. ഇവർ രണ്ടുപേരും ഫുഡുമായിട്ട് ഇവരെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് വെന്റിക്കും പോളിനും ആ ഒരു ഫുഡ് കൊടുത്ത് നിങ്ങളൊന്നും കഴിച്ചില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നത്, എന്തായാലും പോലീസ് അവിടെ നല്ലതുപോലെ തിരയുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങളുടെ മകളെ കണ്ടുപിടിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് മിറാണ്ട അവരെ സമാധാനിപ്പിക്കും. അപ്പോഴാണ് പോള് പെട്ടെന്ന് ആ സമയത്താണ് ഇവരുടെ നായ്ക്കുട്ടി ഉണ്ടല്ലോ അത് ഇവരെ നോക്കി കുരയ്ക്കുന്നു, അത് നിർത്താതെ കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ പോള് പറയും സോറി, ഇത് സാധാരണ അങ്ങനെ കുരയ്ക്കുന്നതല്ല, ഇന്ന് എന്ത് പറ്റിയെന്തോന്ന് പറഞ്ഞിട്ട് ആ നായ്ക്കുട്ടിനെ പിടിച്ചു വയ്ക്കും. എന്നിട്ട് പോളാണെങ്കിലോ ഇവരെ രണ്ടുപേരെയും രാത്രിയിലെ ഡിന്നറിന് വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും സോറി, ഞങ്ങൾ എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ പോകുന്നില്ല, രാത്രിയിലെ പോലീസിനോടൊപ്പം അവളെ അന്വേഷിക്കാനായിട്ട് ഞങ്ങളും വരാം എന്ന് പറയുന്നതും നമ്മുടെ വെന്റിക്ക് എന്തോ നല്ല ദേഷ്യം വന്നിട്ട് അവൾ ആ ഒരു ഫുഡും എടുത്ത് ഇവരോടൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ പോള് പറയും സോറി, അവളിന്ന് ഇത്തിരി ഡള്ളാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും മിറാണ്ടയും എറിക്കും അവിടെ നിന്ന് മാറിപ്പോകുന്നതും. ഇപ്പോൾ പോൾ അകത്തേക്ക് വരുമ്പോഴത്തേക്കും വെന്റി ആ ഫുഡുണ്ടല്ലോ അത് കൊണ്ടുവന്ന് വേസ്റ്റിലേക്ക് കളയും. എന്നിട്ടാണ് പറയുന്നത് ഓ നമ്മുടെ മകളെ കാണാതായിട്ടും നിങ്ങളാണെങ്കിലോ അവർ രണ്ടുപേരെയും രാത്രിയിലെ ഡിന്നറിന് വിളിക്കുന്നു, ആ പെണ്ണിനെ കണ്ടിട്ടല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, എനിക്കറിയാം അവളെ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു സംസാരം എന്നെല്ലാം പറഞ്ഞിട്ട് വെന്റി നല്ലതുപോലെ പോളിനെ വഴക്ക് പറയും. ഇപ്പോൾ പോളിനെ വെന്റി വഴക്ക് പറയാനായിട്ടൊരു കാരണമുണ്ട്. ഇതിനു മുന്നേയും അവൻ വേറെ ഏതോ ഒരു പെണ്ണുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് വെന്റിയെ പിടിച്ചു.
ഇപ്പൊ അതുപോലെ വീണ്ടും സംഭവിക്കുന്നുള്ള പേടിയിലാണ് വെന്റി ഇപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ പോൾ പറയും, ഹേയ് അതൊക്കെ പണ്ടല്ലേ, അതൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ എനിക്ക് നീയും നമ്മുടെ മകളും മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് വെന്റിയെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴും വെന്റി ദേഷ്യപ്പെട്ട് അവനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ മകള് കാണാതാവാൻ കാരണം നിങ്ങളാണോ? ആ പെൺകുട്ടിയോടൊപ്പം പോകാൻ വേണ്ടി നീ ഞങ്ങൾ രണ്ടുപേരും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ എന്നെല്ലാം പോളിനെ സംശയിച്ചിട്ട് വെന്റി സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. കാരണം വെന്റി വിഷമിക്കുന്ന അത്രയും പോള് വിഷമിക്കുന്നില്ല. തൻ്റെ മകളെ കാണാതാവുമ്പോഴും അവൻ മിറാൻഡയെ ഡിന്നറിന് ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്തായാലും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് രാത്രിയിലെ നമ്മുടെ ഷെറീഫായിട്ടുള്ള ബേക്കറിൻ്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ബേക്കർ തൻ്റെ വീട്ടിലിരുന്നിട്ട് അവൻ്റെ ഫ്രിഡ്ജിൽ ഒട്ടിച്ചിരിക്കുന്ന അവൻ്റെ മകൻ്റെ ചിത്രങ്ങളുണ്ട്. അത് കണ്ട് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ബേക്കറിൻ്റെ മകനും എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാവും. ഇവിടെ പോളിനെയും വെന്റിനെ കാണിക്കുമ്പോൾ വെന്റി ഇപ്പോഴും ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോൾ പോൾ വന്നിട്ട്, ഹേയ് വെന്റി, നീ ഉറങ്ങുന്നില്ലേ, ബാ നമുക്ക് ഉറങ്ങാന്ന് പറയുമ്പോൾ വെന്റി ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നു. അല്ല ഇതിപ്പോൾ എന്തിനാ ഫോണെന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഷെരീഫിനെ വിളിക്കാനായിട്ട് വരും. അപ്പോൾ പോള് പെട്ടെന്ന് ആ ഒരു ഫോൺ പിടിച്ചു വാങ്ങിയിട്ട്, അല്ല നീ ഇപ്പോൾ എന്തിനാ ഷെരീഫിനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വെന്റി പറയും, കാരണം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മിറാൻഡയും അവളുടെ ഭർത്താവ് എറിക്കും ഇവിടേക്ക് വന്നപ്പോൾ നമ്മുടെ നായ്ക്കുട്ടി അവരെ നോക്കി നിർത്താതെ കുരച്ചുകൊണ്ടിരുന്നില്ലേ. സാധാരണ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല, പക്ഷെ ഇപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും അവരെ സംശയമുണ്ട്. ഈ കാര്യം ഞാൻ പോലീസിനോട് വിളിച്ചു പറയാൻ പോവാണെന്ന് പറയുമ്പോൾ പോള് പറയും, ഇല്ല അതിപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യണ്ട, അതിനു മുന്നേ നമുക്ക് എന്തായാലും അവിടെ പോയി പരിശോധിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ഉറങ്ങിയിട്ട് ഇപ്പോൾ നല്ല രാത്രിയാവുന്നതും മിറാൻഡയെ എറിക്കും ഇപ്പോൾ അവരുടെ ആർവിയിലില്ല. അവർ രണ്ടുപേരും വെളിയിലേക്ക് പോയിക്കുന്നു. ഈ സമയം നോക്കി വെന്റിയും പോളും പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു ആർവി തുറന്നിട്ട് അതിനകത്തേക്ക് കയറും. എന്നിട്ട് ആ ഒരു ആർവി മുഴുവനായിട്ടും ഇവർ രണ്ടുപേരും അന്വേഷിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ മകളെ ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് നേരം ആ ഒരു ആർവി രണ്ടുപേരും നല്ലതുപോലെ തന്നെ അന്വേഷിക്കുമ്പോൾ പോള് ഇവരുടെ ഒരു ക്യാമറ കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഒരു ക്യാമറയിൽ നോക്കുമ്പോഴത്തേക്കാണ് മിറാൻഡ ഉണ്ടല്ലോ, അവൾ കുറച്ച് ന്യൂഡായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഈ ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഈ കുട്ടി അന്വേഷിക്കുന്ന കാര്യം നോക്കാതെ ആ ക്യാമറയിലുള്ള ഫോട്ടോസ് എല്ലാം ഓരോന്നായിട്ട് കണ്ട് ആസ്വദിക്കുന്നു. അപ്പോൾ വെന്റി പെട്ടെന്ന്, ഹേയ് പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ക്യാമറ അവിടെ വെച്ചിട്ട് ഇപ്പോൾ വെന്റിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് വെന്റി ബാത്റൂമിൽ നിന്ന് കുറച്ച് മരുന്നുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മിറാൻഡയും എറിക്കും അവരൊരു കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്. ഇപ്പോൾ വെന്റിയുടെ സംശയം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും വർഷങ്ങളായിട്ട് ഒരു കുട്ടി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമ്മളോട് അവർ പറഞ്ഞതെന്താണ്, അവർ ഈ ഇടയ്ക്കാണ് വിവാഹം കഴിച്ചതെന്ന്. നമ്മുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഒരുപക്ഷെ അവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ടായിരിക്കോ, അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇവരിപ്പോൾ ഈ ആർവിയിൽ അടിയിലായിട്ട് കുറച്ച് ഭാഗമുണ്ട്, അവിടെയും പോയി നോക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ആർവിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മിറാൻഡയും എറിക്കും പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നു. അല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല ഞങ്ങൾ വെറുതെ വെളിയിലേക്ക് ഇറങ്ങിയതാണ്, അല്ല നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്നെല്ലാം ചോദിച്ചിട്ട് സാധാരണ രീതിയിൽ ഇവരോട് സംസാരിച്ച് ഇപ്പോൾ വെന്റി മിറാൻഡയോട് ചോദിക്കും, അല്ല നാളെ നിങ്ങളോടൊപ്പം ഞങ്ങൾ വന്നോട്ടെ, കാരണം പോലീസുകാർ ഒരിക്കലും ഞങ്ങളെ അന്വേഷിക്കാനായിട്ട് പോകാനായിട്ട് സമ്മതിക്കില്ല, അതുകൊണ്ട് നിങ്ങളോടൊപ്പം ആണെങ്കിൽ വേറെ കുഴപ്പമില്ല, നമുക്കെല്ലാവർക്കും ചേർന്ന് അവളെ അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ മിറാൻഡയെ എറിക്കും പറയും, ഓക്കെ ഞങ്ങളോടൊപ്പം വന്ന കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഓക്കെയാണ്, നാളെ തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വെന്റിയും പോളും അവരുടെ ആർവിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ രാത്രിയായിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോഴാണ് പോളിന് ഉറക്കം വരുന്നില്ല. അവൻ കുറേ നേരം കണ്ണു തുറന്ന് കിടന്ന് ഇപ്പോൾ വെളിയിൽ എന്തോ ഒരു ശബ്ദം കിട്ടി ഈ ഒരു നായ എന്തോ കണ്ട് കുരയ്ക്കുന്നു. അങ്ങനെ പോൾ അവിടേക്ക് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ജനാല വഴി മിറാൻഡയുടെ എറിക്കിന്റെ ആ ഒരു ആർവി ഇവർക്ക് കാണാൻ കഴിയും. ഇപ്പൊ അവിടേക്ക് നോക്കുമ്പോൾ മിറാൻഡയും എറിക്കും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ഇത് കണ്ട പോളാണെങ്കിലോ കുറേ നേരം അത് തന്നെ നോക്കി ആസ്വദിച്ച് നിൽക്കാണ്. എന്തോ അവന് മിറാൻഡയുടെ എന്തോ താല്പര്യമുള്ളതുപോലെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് വെന്റിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ അടുത്തേക്ക് കിടന്നിട്ട് അവളോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ കൊണ്ട് കഴിയുന്നില്ല, സ്വന്തം മകളെ കാണാതായിട്ട്. ഇതിനിടയിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വെന്റിക്കൊരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. അവൾ നല്ലതുപോലെ ദേഷിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ അവസ്ഥയിലാണോ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം വെന്റിയും പോളും ആ ഒരു പുഴയുടെ അടുത്തായിട്ട് തന്നെ കാത്തു നിൽക്കാണ്. കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് മിറാൻഡയും എറിക്കും വരുന്നു. എന്നിട്ട് ഓക്കെ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് ഇവരുടെ ബോട്ട് മിറാൻഡയുടെ എറിക്കിന്റെ ബോട്ട് എടുത്ത് ഇവർ നാലുപേരും ആ ബോട്ടിൽ നദിയുടെ മധ്യഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ കുറേ ദൂരം ഇവർ മുന്നിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ നദിയുടെ മധ്യഭാഗത്തേക്ക് എത്തിയിട്ട് ഈ നദിയുടെ രണ്ട് കരയിലുള്ള കാടുകളിലും ടൈലർ ഉണ്ടോ എന്ന് ടൈലറിന്റെ പേര് വിളിച്ചവർ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രതികരണമില്ല. അങ്ങനെ കുറേ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ബോട്ടിലെ ഫ്യൂവല് പകുതിയായി, അതുകൊണ്ട് തന്നെ ബാക്കി നമുക്ക് തുഴഞ്ഞു പോവാന്ന് പറഞ്ഞ് എറിക്ക് ഈ ബോട്ട് തുഴയാൻ തുടങ്ങും. കുറേ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ചകലെയായിട്ട് ഒരു കവർ പൊങ്ങി കിടക്കുന്നത് വെന്റി കാണും. അപ്പോൾ വെന്റി പറയും നമുക്കതൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞ് ഇവർ ആ ഒരു കവറിനടുത്തേക്ക് ചെന്നിട്ട് കവറെടുത്ത് ബോട്ടിലേക്ക് ഇടുന്നതും
ആ കവറിനുള്ളിൽ വേറെ ഒന്നുമില്ല. വെന്റി പേടിച്ചതുപോലെ അത് ടൈലർ ആയിരുന്നില്ല. എന്നിട്ട് എറിക്ക് പറയും, ഓക്കെ നമുക്കിപ്പോൾ ഫ്യൂവൽ കുറവാണ്, എന്തായാലും തിരിച്ചു പോവാന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചാണ് വെന്റി മറ്റൊരു കാര്യം പറയുന്നത്. അല്ല, അവൻ ഈ കവർ എടുത്തിട്ടിട്ട് നല്ലതുപോലെ നോക്കാനൊന്നും തയ്യാറായില്ലല്ലോ, അവനെങ്ങനെ ഇത്ര ഉറപ്പുള്ളത് അതിനകത്ത് ഒന്നുമില്ലാന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് എറിക്കിനെ സംശയിച്ച് വെന്റി സംസാരിക്കും. ഇത് കേൾക്കുമ്പോഴത്തേക്കും പോള് പറയും, ഹേ വെന്റി, ഇല്ല വെറുതെ സംസാരിക്കണ്ട, അത് നിനക്ക് തോന്നിയതായിരിക്കും എന്നല്ല പറയുമ്പോൾ ഇപ്പോഴും വെന്റി ഇവരെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എറിക്ക് പറയും, അല്ല നിങ്ങളെന്തിനാ എന്നെ കുറ്റം പറയുന്നത്, ഇതിപ്പോ ഞങ്ങൾ തെറ്റ് ചെയ്ത പോലെയാണല്ലോ, നിങ്ങളെപ്പോലെ തന്നെയല്ലേ ഞങ്ങളും ടൈലറിനെ അന്വേഷിക്കുന്നത്. എന്നിട്ട് വെന്റി ഇന്നലെ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, ഇവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതായിരിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ ബ്ലെയിം ചെയ്യുമ്പോൾ എറിക്കിന് വെട്ടുന്ന ദേഷ്യം വന്ന് അവൻ ഇവരോട് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് നേരെ മിറാൻഡയുടെ അടുത്തേക്ക് പോയിരിക്കും. അവിടെയാണ് മറ്റൊരു കാര്യം, വെന്റി പെട്ടെന്ന് ആ ഒരു തോക്കങ്ങ് എടുക്കാണ്. ആ കാടിനകത്ത് വെച്ചൊരു തന്നെ ഷൂട്ട് ചെയ്ത് തന്നല്ലോ, ആ തോക്ക് ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ തോക്കെടുത്ത് ഇവരുടെ നേർക്കിങ്ങനെ ചൂണ്ടും. എന്നിട്ട് പറയും, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തന്നേ മതിയാവൂ എന്നെല്ലാം പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും പോൾ പറയും, ഹേയ് ഗൈസ് നിങ്ങൾ പേടിക്കണ്ട, അവൾ സാധാരണ ഇങ്ങനെയല്ല, അവൾ ആ ഒരു മാനസികാവസ്ഥയിലായതുകൊണ്ടാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും വെന്റി പറയും, ഇല്ല അങ്ങനെയല്ല പോൾ, നീ എന്താ സംസാരിക്കുന്നത്, നമ്മുടെ മകൾ എന്തായാലും അവരുടെ കൂടെ തന്നെയുണ്ട്, അത് അവർ പറയുന്നത് വരെ നമ്മൾ അവരെവിടെയും വിടാൻ പോകുന്നില്ല എന്നെല്ലാം പറയുന്നതും മിറാൻഡ പറയും, ഹേയ് നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി, ഞങ്ങൾ കുട്ടികളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് ശരി തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ മകളെ ഞങ്ങൾ ഒരിക്കലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെന്റി പറയും, എനിക്കറിയാം നീ എൻ്റെ ഭർത്താവിനെ നോക്കുന്നുണ്ട്, നിന്റെ ഭർത്താവിന് അതിനുള്ള കഴിവില്ല, അതുകൊണ്ട് എൻ്റെ ഭർത്താവിലൂടെ നീ കുട്ടിയെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവൻ ഇന്നലെ രാത്രി നിങ്ങളുടെ റൂമിലേക്ക് നോക്കിയത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഇത് കേട്ട എറിക്കിന് ദേഷ്യം വന്ന് ആ ഒരു തുഴയെടുത്ത് വെന്റി ഒരു ഒറ്റയടി. അപ്പോൾ വെന്റി ഷൂട്ട് ചെയ്യുന്നതും അത് മിറാൻഡയ്ക്ക് കൊണ്ടുവന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു ബോട്ട് മറിഞ്ഞ് എല്ലാവരും വെള്ളത്തിലേക്ക് വീഴുന്നതും വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയ ആ പോളിനെ എറിക്ക് പിടിച്ചു വെച്ചേക്കാണ്, ഇപ്പോൾ വിടുന്നില്ല. അപ്പോൾ എറിക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിരുന്നു. ആ കത്തി ഊരി എറിക്കിൻ്റെ വയറിലേക്ക് 2-3 തവണ കുത്തുന്നതും എറിക്കും വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും മാത്രം രക്ഷപ്പെട്ട് ഒരു വിധത്തിൽ ഇവർ കരയിലേക്ക് വരും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു കാര്യങ്ങളും പോലീസുകാരും കണ്ടിട്ടില്ല. അങ്ങനെ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ തന്നെ തിരിച്ച് അവരുടെ ആർവിയിലേക്ക് വന്ന് വസ്ത്രമെല്ലാം കഴുകാനായിട്ട് ഇട്ടിട്ട് ഇപ്പോൾ സാധാരണ രീതിയിൽ തന്നെ അവിടെ നിൽക്കുമ്പോൾ ഷെരീഫ് ബേക്കറും ഡെപ്യൂട്ടി റേക്സും ഇവരെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ അകത്തേക്ക് കയറി വന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ വെന്റിയും പോളും ചോദിക്കും, അല്ല ടൈലറിനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ബേക്കറിനെ അതിലൊരു മറുപടി പറയാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ബേക്കർ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് റേക്സ് വിട്ടുന്നത്, സാർ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് അടുത്തുള്ള മിറാൻഡയും എറിക്കും അവരുടെ ആ ഒരു ആർവി ഉണ്ടല്ലോ അവിടേക്ക് ചെല്ലും. കാരണം ഇവരെ ഇപ്പോൾ ഇന്നലെ മുതൽ കാണാനില്ല, അതുമല്ല അവിടേക്ക് വേറൊരാളുടെ ശരീരം കൊണ്ടുവരുന്നു. അപ്പോഴോ വെന്റിയും പോളും ഇത് കണ്ടിട്ട് ടൈലറിൻ്റെതാണെന്ന് വിചാരിച്ച് ഓടി അടുത്തേക്ക് ചെല്ലുമ്പോൾ പോലീസുകാർ അവരെ അടുത്തേക്ക് വരാനായിട്ട് സമ്മതിക്കുന്നില്ല. ശരിക്കും അത് ടൈലറിൻ്റെ ശരീരമല്ല, മരിച്ചുപോയ എറിക്കിൻ്റെ ശരീരമായിരുന്നു. മിറാൻഡയെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. അങ്ങനെ ബേക്കർ മിറാൻഡയുടെ എറിക്കിൻ്റെയും ആ ഒരു ആർവിക്കകത്തേക്ക് കയറി അവിടെ നല്ലതുപോലെ പരിശോധിക്കുമ്പോഴാണ് അതിനകത്തുനിന്ന് ടൈലറിൻ്റെ ഒരു മാല കിട്ടുന്നു. ആ മാല എടുത്തുകൊണ്ട് വന്നിട്ട് വെന്റിയുടെ പോളിൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ വെന്റിയും പോൾ പറയും, ഇത് ടൈലറിൻ്റെ മാലയാണ്, ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ ആർവിക്കുള്ളിൽ നിന്നാണ് കിട്ടിയത്, ഒരുപക്ഷെ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ട് പോയത് ഇവരായിരിക്കാം, എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എറിക്കിൻ്റെ ഭാര്യ മിറാൻഡയെ കണ്ടുപിടിച്ചാലേ ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും വെന്റി പെട്ടെന്ന് തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അവൾ വിചാരിച്ചതുപോലെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വെന്റിയും പോളും പെട്ടെന്ന് ഇവരുടെ ആർവിയിലേക്ക് കയറിയിട്ട് വെന്റി പറയും, ഞാൻ പറഞ്ഞില്ലേ അവർ തന്നെയാണ് നമ്മുടെ മകളെ തട്ടിക്കൊണ്ട് പോയത്, ഇപ്പോൾ മിറാൻഡ എവിടെയാണെന്ന് അറിയത്തില്ല, അവൾ മരിച്ചോ ഇല്ലയെന്ന് പോലും അറിയത്തില്ല, ഇപ്പോൾ നമ്മുടെ മകളെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിക്കുമ്പോൾ പോൾ പറയും, ഒരുപക്ഷെ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു സഹായം ഉണ്ടായിരിക്കാം, അങ്ങനെയായിരിക്കാം നമ്മുടെ മകളെ അവരിവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയി ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട പോള് നേരെ റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കാണ്. അതേസമയമാണ് ഇവിടെ ടോമും ജസ്റ്റിനോടല്ലോ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഇപ്പോൾ ജസ്റ്റിൻ ടോമിനോട് നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടോം പറയും, ഹേയ് ജസ്റ്റിൻ നീ എന്താ ഈ പറയുന്നത്, നിനക്ക് ആരും ഇല്ലാതിരുന്നപ്പോൾ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് നിനക്കിവിടെ നല്ലൊരു ജോലി തന്ന് നിന്നെ ഇത്രയും കാലം നോക്കിയത് ഞാനാണ്, ആ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ജസ്റ്റിൻ ഒരു കാര്യം പറയുന്നത്, അതെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, കാരണം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അത്തരം ഒരാളാണ്, ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് നിങ്ങളായിരിക്കാമെന്ന് പറയുമ്പോൾ ടോം പെട്ടെന്ന് ജസ്റ്റിനെ ഒരു ഒറ്റയടി, എന്നിട്ട് ഇനി മേലാൽ ഇങ്ങനെ പറഞ്ഞു പോരുതെന്ന് പറഞ്ഞ് ടോം അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ജസ്റ്റിൻ അവിടെ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ പോൾ തൻ്റെ ആ ഒരു നായ്ക്കുട്ടീനെ കൊണ്ട് വെളിയിലേക്ക് വരികയാണ്. ഇതവൻ കുറേ നേരമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്, ഇവനും എന്തോ അറിയാവുന്നത് പോലെ. അത് കഴിഞ്ഞ് രാത്രിയാവുന്നതും വെന്റിയും പോളും ആർവിക്കുള്ളിലിരിക്കുമ്പോൾ പോളിനാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ അവൻ പറയും, ഇനിയും ഇതുപോലെ ജീവിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്ക് എന്തെങ്കിലും കഴിക്കണം, നീ വരുന്നുണ്ടോ, നമ്മുടെ മകളെ എന്തായാലും നഷ്ടപ്പെട്ടു,
അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. അതാണ് നല്ലത്. ഇനി വെറുതെ ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. ബാ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോൾ വെൻഡി ദേഷ്യപ്പെട്ടു വന്ന് ആ കഴിക്കാൻ വെച്ചിരിക്കുന്ന ഫുഡുണ്ടല്ലോ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവനോട് വഴക്കുണ്ടാക്കി അവൾ നേരെ വെളിയിലേക്ക് പോവും. എന്നിട്ട് വെൻഡി നേരെ പോകുന്നത് ടോമിന്റെ ആ ഒരു ഷോപ്പിനുള്ളിലേക്ക്. നടന്ന് ആ ഒരു ഷോപ്പിനകത്തേക്ക് വന്നിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കും ടോമിനെ അവിടെ കാണുന്നില്ല. നോക്കുമ്പോഴാണ് ആ ഒരു ഷോപ്പിനകത്ത് തന്നെ മറ്റൊരു മുറിയുണ്ട്. അപ്പോൾ വെളിയിൽ നിന്നുള്ള ആളുകൾക്ക് അതിനകത്തേക്ക് കയറാനായിട്ട് അനുവാദമില്ല. അപ്പോൾ ഇത് കണ്ട വെൻഡിക്ക് എന്തോ ഒരു സംശയം. അവൾ പതിയെ ആ ഒരു ഡോറിനടുത്തേക്ക് വന്ന് കുറച്ച് ബുക്കുകൾ എടുത്തിട്ട് ആ ഡോറിനടുത്തേക്ക് ചെവി വെച്ച് നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. പെട്ടെന്നാണ് ടോം ആ ഡോർ തുറന്ന് വെളിയിലേക്ക് വന്നിട്ട്, അല്ല നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ ഈ ഒരു ബുക്ക് എടുക്കാമെന്നാണ് എന്നെല്ലാം പറഞ്ഞ് അവനോട് യാത്ര പറഞ്ഞിട്ട് വെൻഡി വിടുന്ന് വെളിയിലേക്ക് പോകും. അങ്ങനെ വെൻഡി പോയെന്ന് മനസ്സിലാക്കിയ ടോം ഇപ്പോൾ വെളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവൻ ആ ഒരു ഡോർ ലോക്ക് ചെയ്യുന്നു. അതുപോലെ അതിന്റെ കീ ആണെങ്കിലോ എടുത്ത് മുകളിലും വെക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വെൻഡി എവിടെയും പോയില്ലായിരുന്നു. അവൾ അവിടെ തന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ആ ഒരു കീ വെച്ച കാര്യം കാണുകയും ചെയ്തു. എന്നിട്ട് വെൻഡി അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ആ സ്റ്റെപ്പിന് താഴെയായിട്ട് ജസ്റ്റിൻ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ നമുക്ക് എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാം. അങ്ങനെ വെൻഡി തിരിച്ച് തന്റെ ആർവിയിലേക്ക് വന്നിട്ട് കുറേ നേരം അതിനകത്ത് തന്നെ ഇരുന്ന് നല്ലതുപോലെ മദ്യപിക്കെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കാണ് ഡോറിൽ ആരെ തട്ടുന്നു. വെൻഡി വന്ന് ഡോർ തുറക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ജസ്റ്റിനാണ്. അവനിപ്പോൾ വെൻഡിയെ കാണുന്നതും, ഓക്കെ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ട് വന്നാണ്, നിങ്ങളുടെ മകളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവർക്കൊരു ചോക്ലേറ്റ് എടുത്ത് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോകുന്നുണ്ട്. ഇപ്പൊ ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറഞ്ഞതെന്ന് വെൻഡിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ചുകൂടി ഇരുട്ടുന്നതും വെൻഡി ഇപ്പോൾ ജസ്റ്റിൻ താമസിക്കുന്ന ഒരു ചെറിയ വാനുണ്ട്, അതിനടുത്തേക്ക് നടന്നു പോകും. എന്നിട്ട് അവൻ കാണാതെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവൻ എന്താ ചെയ്യുന്നറിയോ, അവനാണെങ്കിൽ നല്ലതുപോലെ മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്യുന്നത് വെൻഡി കാണുന്നതും വെളിയിൽ ആരോ ഉണ്ടെന്നുള്ള കാര്യം അവനും മനസ്സിലാക്കി. എന്നിട്ട് അവൻ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ വെൻഡി അവൻ കാണാതെ അവിടെ തന്നെ ഒളിച്ചു നിൽക്കും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ഇവിടെ പോളിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ആർവിയിൽ ഇരുന്നിട്ട് ഒരു വലിയ സിഗരറ്റ് ഉണ്ട്, അതും എടുത്ത് നേരെ ആ ഒരു നദിയുടെ അടുത്തുള്ള ആ ഒരു പാലമുണ്ട് അതിന് മുകളിലേക്ക് വന്ന് കിടന്ന് അതും കത്തിച്ച് അത് വലിച്ചിങ്ങനെ കിടക്കാണ്. കുറേ നേരം അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് വെള്ളത്തിൽ നിന്നും എന്തോ കുമിളകൾ മുകളിലേക്ക് വരുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. പോൾ പതിയെ തിരിഞ്ഞ് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം പൊങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് അവൻ കൈവച്ച് പിടിക്കുമ്പോൾ അത് ടൈലറിന്റെ ശരീരമായിരുന്നു. ഇത് കണ്ട് പേടിച്ച് അവൻ അലറി വിളിക്കുന്നതും കണ്ണു തുറക്കുമ്പോൾ ഇത്രയും നേരം കണ്ടത് സ്വപ്നമായിരുന്നു. അത് പോള് കണ്ടതല്ല, വെൻഡി കണ്ടത്. എന്നിട്ട് അവള് ഈ സ്വപ്നം കണ്ട് പെട്ടെന്ന് അലറി വിളിക്കുമ്പോഴത്തേക്കും പോള് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ടൈലറിനെ കാണാതായിട്ട് ഇപ്പോൾ 4ാമത്തെ ദിവസം. ഇപ്പോൾ പോള് വന്നിട്ട് ആ ഒരു പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇതുവരെ എൻ്റെ മകളെ കണ്ടുപിടിച്ചില്ലേ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാർക്ക് കറക്റ്റായിട്ടുള്ള മറുപടി അയാളോട് പറയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് പോള് പറയുന്നത്, ഇന്നലെ രാത്രി എൻ്റെ ഭാര്യ ഒരു കാര്യം കണ്ടിരുന്നു. ടൈലറിനെ അന്വേഷിച്ച് അവൾ പോയപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആ ഒരു പയ്യനില്ലേ ജസ്റ്റിൻ, അവൻ അവൻ്റെ വാനിനകത്തിരുന്ന് മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്യുന്ന കാര്യം. ഒരുപക്ഷെ അവൻ എൻ്റെ മകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെ ഒരാളെ ഇവിടെ ജോലിക്ക് നിർത്തുന്നത് തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അവനോട് കാര്യങ്ങൾ ചോദിക്കാൻ പറയുമ്പോൾ ഓക്കെ എന്തായാലും അവനെ ഒന്ന് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ് ബേക്കർ ഇപ്പോൾ ജസ്റ്റിനെ വിളിച്ച് വാനിൻ്റെ അകത്തേക്ക് ഇരുത്തിയിട്ട് ഇപ്പോൾ ജസ്റ്റിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ജസ്റ്റിനാണെങ്കിൽ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. അതുപോലെ അവൻ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന കാര്യം, തൻ്റെ മകനും ഇതുപോലെ മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്ത് അവസാനം അവൻ മരണപ്പെട്ടു, അതുകൊണ്ട് നീ ഇത് നിർത്തണമെന്നെല്ലാം പറഞ്ഞ് അവന് കുറച്ച് അഡ്വൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയും, ഇല്ല സാർ ഞാൻ കള്ളം പറയല്ല, ആ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, അവളെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ബേക്കർ പറയും, ഓക്കെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ജസ്റ്റിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അതേസമയമാണ് നമ്മുടെ ബേക്കറിന് ഒരു കോൾ വരുന്നു നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ വേണ്ടി. വേറെ ഒന്നല്ല, വെൻഡി തൻ്റെ മകളെ കാണാതായിട്ടുള്ള ആ ഒരു ടെൻഷനിൽ അധികമായിട്ട് മരുന്ന് കഴിച്ച് സൂയിസൈഡ് ചെയ്താൽ നോക്കി. ഇപ്പോൾ അതുകൊണ്ടാണ് വെൻഡിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് വെൻഡിയോട് പറയുന്നുണ്ട്, നിന്റെ മകളെ കാണാതായിട്ട് 4 ദിവസമായി, അതുകൊണ്ടുള്ള ആ ഒരു വിഷാദത്തിലാണ് നീ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇതിനെ തരണം ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെ ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും തിരിച്ച് നേരെ ആ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം ഇവരുടെ മകളുടെ ശരീരമെങ്കിലും കിട്ടണം, അല്ലാതെ ഇവർക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് സത്യം അറിയാവുന്നത്, ആരാണ് യഥാർത്ഥ കൊലയാളി, ടൈലറിന് എന്താണ് സംഭവിച്ചത് എന്നൊന്നും ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ വെൻഡി താൻ ആ ഒരു ഷോപ്പിൽ നിന്നെടുത്ത ബുക്കുകളുണ്ടല്ലോ അത് തിരിച്ചു കൊണ്ട് വെക്കാൻ വേണ്ടി ടോമിൻ്റെ ആ ഒരു ഷോപ്പിനകത്തേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ടോം അതിനകത്തില്ല. അതേപോലെ തന്നെ ആ ഒരു മുറി അതിപ്പോഴും പൂട്ടിയിട്ടേക്കാണ്. ഇപ്പോൾ ആ ഒരു കീ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം വെൻഡിക്ക് അറിയാം. അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നറിയോ, ആരുമില്ല എന്ന് ഉറപ്പിച്ചിട്ട് വെൻഡി ആ കീ ഉണ്ടല്ലോ അത് മുകളിൽ നിന്ന് അങ്ങ് എടുക്കും. എന്നിട്ട്
പതിയെ ഒരു ഡോർ തുറന്ന് അതിനകത്തേക്ക് പോവാണ്. അതിനകത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് ഇതിനുള്ളിലേക്ക് നല്ല നീളമുള്ളൊരു മുറി പോലെ കുറേ ദൂരം നടന്നു ചെല്ലുമ്പോൾ ഇതിനകത്ത് ഒരുപാട് മുറികളുണ്ട്. അങ്ങനെ ഓരോ മുറികളായിട്ട് ചെന്ന് പരിശോധിക്കുമ്പോൾ അവിടെയൊന്നും ആരെയും കാണാനില്ല. ഇപ്പം അവസാനം മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു കബോർഡുണ്ട്, അതിനുള്ളൊരു ഹോളും. ഇപ്പം അതുവഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിനുള്ളിൽ അടുത്തൊരു മുറി. വെൻഡിക്കൊന്നും മനസ്സിലാവുന്നില്ല. വെൻഡി ഇപ്പോൾ ആ ഒരു കബോർഡ് തള്ളി മാറ്റി ആ മുറിക്കകത്തേക്ക് ചെല്ലുമ്പോൾ ഇതിനകത്തുള്ള ശബ്ദങ്ങളൊന്നും വെളിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ അക്കോസ്റ്റിക് ഉണ്ടല്ലോ, അതുപോലെയാണ് അതിനകത്തുള്ള മുറികളെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ച് കൊന്നാലും ഒരു ശബ്ദവും പുറത്ത് പോകത്തില്ല. അതുപോലെ എന്നിട്ട് അവള് അടുത്തൊരു മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് അതിനകത്തൊരു TV, അതേപോലെ തന്നെ ഒരുപാട് ക്യാസറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൻഡിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വെൻഡി ആ മുറി മുഴുവനായിട്ട് നല്ലതുപോലെ പരിശോധിച്ചിട്ട് അവസാനം അവിടെ ഇരിക്കുന്ന ഒരു ക്യാസറ്റ് എടുത്ത് ആ TV-യിലിട്ട് ഈ TV പ്ലേ ചെയ്യും. അവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. ഇപ്പോൾ ആ TV-യിൽ കാണിക്കുന്നത് എന്താണെന്നറിയോ? ചെറിയ പെൺകുട്ടികളെ ലൈംഗികമായിട്ട് യൂസ് ചെയ്യുന്ന വീഡിയോ ക്യാസറ്റുകളാണ് അതെല്ലാം. ഇപ്പോൾ ഇതെല്ലാം ഇത്രയും സേഫായിട്ട് ഇതിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തത് എന്തായാലും ടോം തന്നെയാണ്. അപ്പോൾ ടോം തന്നെ ആയിരിക്കും ടൈലറിനെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് എന്ന് വിചാരിച്ച് വെൻഡി അവിടെ നിൽക്കുന്നതും വെൻഡി അറിയാതെ തന്നെ അവളുടെ പിറകിലൂടെ ടോം വന്നിട്ട് അവളുടെ തലയിലേക്ക് ഒരൊറ്റയടി. അങ്ങനെ വെൻഡിയുടെ ബോധം പോകുന്നതും ഇപ്പോൾ അവളുടെ കൈയും കാലെല്ലാം കെട്ടിയിട്ട് ഒരു ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ച് ടോം എന്ത് ചെയ്യുന്നറിയോ? ആ ക്യാസറ്റുകളെല്ലാം അവിടെ നിന്ന് മാറ്റാണ്. എല്ലാം ഒരു ബാഗിലേക്ക് തൻ്റെ വണ്ടിക്കകത്തേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഈ സമയം പോള് പെട്ടെന്ന് ആർവിയിൽ നിന്ന് കണ്ണു തുറന്നിട്ട് അവനിപ്പോൾ കോഫി ഇടാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആ കോഫി പൊടിയുണ്ടല്ലോ അതില്ല, തീർന്നുപോയി. കൂടാതെ വെൻഡി അന്വേഷിക്കുമ്പോൾ അവളെയും കാണാനില്ല. അങ്ങനെ പോള് നേരെ വെളിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ടോമിനെ കാണുമ്പോൾ ഏയ് എൻ്റെ ഭാര്യയെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടില്ല, എന്തു പറ്റി? ഇല്ല എനിക്ക് കുറച്ച് കോഫി പൗഡർ വേണമായിരുന്നു എന്ന് പറഞ്ഞ് പോള് നേരെ ആ ഒരു ഷോപ്പിനകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് അവനോട് സംസാരിച്ച് ആ ഷോപ്പിനകത്ത് നിൽക്കും. ഈ സമയം കൊണ്ട് വെൻഡി അകത്ത് കിടന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ എങ്ങനെ കണ്ടുപിടിക്കും. എന്നിട്ട് അത് വെച്ച് ആ ഒരു ടേപ്പ് കട്ട് ചെയ്തിട്ട് അവൾ അതുപോലെ തന്നെ ആ ഒരു സ്ക്രൂ ഡ്രൈവറും വെച്ച് അവിടെ തന്നെ കിടക്കും. കുറേ കഴിയുമ്പോഴാണ് ടോം അകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് വെൻഡിയെ പിടിക്കാനായിട്ട് വരുമ്പോൾ അവൾ പെട്ടെന്ന് അവനെ അറ്റാക്ക് ചെയ്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ടോം ഒരിക്കലും അവളെ വിടുന്നില്ല. അങ്ങനെ കുറേ നേരം രണ്ടുപേരും ഫൈറ്റ് ചെയ്ത അവസാനം ഒരു ചുറ്റിയല് വെൻഡിയുടെ കയ്യിൽ കിട്ടുന്നതും അത് വെച്ചിട്ട് ടോമിന്റെ തലയിലേക്ക് അവൾ അടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് 5-ാമത്തെ ദിവസം. ഇപ്പോൾ ബേക്കർ, വെൻഡി, പോള് ഇവരെല്ലാവരും ചാനലുകളായിട്ട് സംസാരിക്കുകയാണ്. ഇന്നലെ രാത്രി നടന്ന ആ ഒരു സംഭവം ടോമിനെ ഇവർ സംശയിച്ച ആ കാര്യം ഒരുപക്ഷെ ടോം ആയിരിക്കാം ടൈലറിന് എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടി എവിടെയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ ഞങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതും ഇതെല്ലാം തൻ്റെ വാനിലിരുന്ന ജസ്റ്റിനെ കണ്ട് പെടുന്ന ആ ഒരു TV അങ്ങ് ഓഫ് ചെയ്യുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് പോലീസുകാർ വെൻഡിനെ പോളിനെ വിളിച്ചെടുത്തിട്ട് ഓക്കെ ഞങ്ങൾ നല്ലതുപോലെ അന്വേഷിച്ചു, പക്ഷെ ടൈലറിനെ ഒരിക്കലും ഞങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ ഇല്ലെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ അതിലൂടെ മനസ്സിലാവുന്നത് പോലീസുകാർക്ക് ഒരിക്കലും ടൈലറിനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇപ്പോൾ അവരുടെ RVയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഈ ഒരു കേസ് FBI പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരാണ് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോഴാണ് പോള് ടൈലറിൻ്റെ പാവയും അവിടെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടാൻ പോകുന്നു. കാരണം ഇനി നമ്മുടെ മകൾ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അവളുടെ ഓർമ്മകൾ നമുക്ക് എന്തായാലും വേണ്ടാന്ന് പറഞ്ഞ് അത് കളയാനായിട്ട് നിൽക്കുമ്പോൾ വെൻഡി ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ പോള് പറയും ഇല്ല, ഇത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. ഇനി നമുക്ക് ഒരിക്കലും ടൈലറിനെ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി ടൈലർ ഇല്ല എന്ന് വേണം നമ്മൾ വിശ്വസിക്കാനായിട്ട്. ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്ന ആ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടിട്ട് ഇവർ രണ്ടുപേരും ഒരുപാട് വിഷമിച്ചിട്ടായാലും അവരവിടെ നിന്ന് പോകാൻ പോവാണ്. അതേസമയം തൻ്റെ വീട്ടിലെ ബേക്കറിനെ കാണിക്കുമ്പോൾ അവനും ടൈലറിനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ ഒരു വിഷമത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ മകനും നഷ്ടപ്പെട്ടു. ഇപ്പോൾ മറ്റൊരു കുടുംബത്തിനും അവരുടെ മകളെയും നഷ്ടപ്പെട്ടു. ആ വിഷമത്തിലിരിക്കുമ്പോഴാണ് വെൻഡിയും പോളും ഇവർക്ക് കൊടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഇപ്പോൾ അതിലൊരു ഫോട്ടോ ബേക്കർ കാണും. പെട്ടെന്ന് ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് ബേക്കറിന് എന്തോ ഒരു കാര്യം മനസ്സിലായി. എന്നിട്ട് പെട്ടെന്ന് ഡെപ്യൂട്ടി ആയിട്ടുള്ള റേക്സ് ഉണ്ടല്ലോ അവനെ വിളിക്കും. എന്നിട്ട് റേക്സിനോട് ചോദിക്കും ഇതുപോലെ വെൻഡിയുടെയും പോളിൻ്റെയും കുടുംബത്തെ പറ്റി നീ അന്വേഷിച്ചിരുന്നു? അതെ. ഓക്കെ, അവരുടെ കുടുംബത്തിലെ അവരുടെ കുട്ടിയെ പറ്റി അന്വേഷിച്ചിരുന്നോ ചോദിക്കുമ്പോൾ അതെന്ത് ചോദ്യമാണ്, കുട്ടിയെ പറ്റിയെല്ലാം അന്വേഷിച്ചെന്ന് പറയുമ്പോൾ ഇവിടെയാണ് ബേക്കർ മറ്റൊരു കാര്യം പറയുന്നത്. ഇല്ല, ഇപ്പോഴാണ് അവർ തന്ന ഫോട്ടോയിൽ വെൻഡി പ്രഗ്നൻ്റ് ആകുമ്പോൾ ഒരു ഗോപുരത്തിന് താഴെ നിന്ന് എടുത്ത ഫോട്ടോ ഞാൻ കണ്ടത്. പക്ഷേ അവരെടുത്തിരിക്കുന്ന ആ ഒരു ഗോപുരമല്ലേ
അത് 17 വർഷങ്ങൾക്ക് മുന്നേ ഇടിച്ചു കളഞ്ഞിരുന്നു. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വെൻഡി അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മകളായിട്ടുള്ള ടൈലറിനെ ഇപ്പോൾ ഏകദേശം 17 വയസ്സുണ്ടാവും. പക്ഷെ അവർ പറഞ്ഞത് അവൾക്ക് 10 വയസ്സെന്നല്ലേ? അതെങ്ങനെ ശരിയാവും? അതുകൊണ്ട് ഉടനെ തന്നെ അവൻ്റെ സഹോദരനെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നതും ഇപ്പോൾ ആ ഒരു സഹോദരനെ ഇവർ വീഡിയോ കോൾ ചെയ്തിട്ട് സഹോദരനായിട്ട് സംസാരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് സഹോദരൻ ഇവരോടൊരു കാര്യം പറയുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരിക്കലും ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ലെന്ന്. ആ ട്വിസ്റ്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. വെൻഡിയുടെയും പോളിൻ്റെയും മകളായിട്ടുള്ള ടൈലർ, അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ അവൾ മരണപ്പെട്ടു. അതിനുശേഷം വെൻഡിയും പോളും തങ്ങളുടെ മകളെ നഷ്ടപ്പെട്ട ആ ഒരു മാനസികാവസ്ഥയിൽ അവരതിന് ചികിത്സ നേടുമായിരുന്നു. അതും രണ്ടുപേരും ഒരേപോലെ തന്നെ. കാരണം ഇല്ലാത്ത മകള് ഉണ്ടെന്ന് വിശ്വസിച്ചാണ് അവർ പല സമയങ്ങളിലും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുകളും കാര്യങ്ങളും അവർ കഴിക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നതും ഇപ്പോൾ പോലീസുകാരെല്ലാം പെട്ടെന്ന് ആ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് ചെല്ലും. അവിടെ വരുമ്പോഴത്തേക്കാണ്, അല്ല വെൻഡിയും പോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ മറ്റൊരു കുടുംബമാണുള്ളത്. വെൻഡിനെ പോളിനെ കാണുന്നില്ല. അപ്പോൾ അവിടെയുള്ള പോലീസുകാരൻ പറയും, സാർ അവരിപ്പോൾ ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വന്ന ആ ഒരു കുടുംബമുണ്ടല്ലോ, അവരോട് ബേക്കർ ചോദിക്കും, മാഡം നിങ്ങളുടെ കൂടെ കുട്ടി വല്ലതും ഉണ്ടായിരുന്നോ? അപ്പോൾ അവർ പറയാം, അതേ ഉണ്ടായിരുന്നു. എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവർ നോക്കുമ്പോഴത്തേക്കും അവരുടെ കുട്ടീനെ കാണാനില്ല. പെട്ടെന്ന് അവരുടെ മകളുടെ പേര് വിളിച്ചിട്ട് എല്ലാവരും അവിടെ അന്വേഷിക്കുമ്പോഴത്തേക്കും ഭാഗ്യത്തിന് ആ ഒരു കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അതവിടെ തന്നെയുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എല്ലാ സത്യങ്ങളും നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. സത്യത്തിൽ വെൻഡിയും പോളും ഇവിടേക്ക് വരുമ്പോൾ അവരോടൊപ്പം അവരുടെ മകള് ടൈലർ ഒരിക്കലും ഇല്ലായിരുന്നു. കാരണം ടൈലറിന് 10 വയസ്സുള്ളപ്പോൾ തന്നെ അവൾ മരണപ്പെട്ടു. അപ്പോൾ ടൈലർ മരിച്ചതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും ഭ്രാന്തായി. അതിൽ ഇവരുടെ മകളായിട്ടുള്ള ടൈലർ ഒരിക്കലും മരിച്ചിട്ടില്ല, ഇവരോടൊപ്പം തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഒരേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോഴത്തേക്കും ഈ ബസ്സിനകത്ത് വെച്ച് ടൈലർ ഇവരോട് പാട്ട് പാടുന്ന കാര്യങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ. അതൊരിക്കലും സത്യമല്ലായിരുന്നു. കാരണം ഇതിനു മുന്നേ അവരെടുത്തു വെച്ചിരുന്ന വീഡിയോ TV-യിലൂടെ പ്ലേ ചെയ്തിട്ട് അവരുടെ മകൾ റിയലായിട്ട് അവരോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിച്ചാണ് അവർ ആ പാട്ടൊക്കെ പാടിയിട്ട് ഈ സ്ഥലത്തേക്ക് വന്നത്. അതുപോലെ രണ്ടുപേരും ഈ മാനസികാവസ്ഥയിലായതുകൊണ്ട് തന്നെ വിഷാദം, ടെൻഷൻ ഇതൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവരുടെ മകള് ഇവരിതുപോലെ ഈ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ മകളെ കാണാനില്ല എന്നുള്ള രീതിയിൽ ടൈലറിന് 10 വയസ്സുള്ളപ്പോൾ സംഭവിച്ചത് എന്താണ് അതുപോലെ തന്നെ വീണ്ടും നടന്നു എന്ന് വിചാരിച്ച്, ഇപ്പോൾ സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചു എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ രണ്ടുപേരും ജീവിക്കുമായിരുന്നു. അത് കാരണമാണ് മറ്റുള്ളവരെ സംശയം, തങ്ങളുടെ മകളെ അവരെന്തോ ചെയ്തു എന്ന് വിചാരിച്ച് ആദ്യം ആ ഒരു കാടിനകത്തുള്ള അയാളെ കൊന്നല്ലോ, അതേപോലെ തന്നെ മിറാണ്ടയും അവളുടെ ഭർത്താവിനെ കൊന്നത്, പിന്നെ ടോമിനെ കൊന്നത്. സത്യത്തിൽ ടോം ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഈ ഒരു കുട്ടികളെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം അവൻ കാണുന്നുണ്ടായിരുന്നു. അതും ഇതിലൂടെ തന്നെ ഇവർ കണ്ടുപിടിക്കാൻ ചെയ്തു. ബാക്കിയെല്ലാം ഇവരുടെ ഭ്രാന്ത് കാരണം സംഭവിച്ച കാര്യങ്ങളാണ്. അതിലൂടെയാണ് ഒരു തെറ്റും ചെയ്യാത്ത 3-4 പേരെ ഇവർ കൊന്നതും. ഇപ്പോൾ അവസാനം വെൻഡിനെ പോളിനെ കാണിക്കുമ്പോൾ രണ്ടുപേരും അവരുടെ RV-യിൽ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിൽ നിന്നും ടൈലറിനെ കാണാനില്ല, അതുകൊണ്ട് തന്നെ അവരുടെ മകൾ നഷ്ടപ്പെട്ടു, മരിച്ചുപോയി എന്ന് വിശ്വസിച്ചാണ് ഇവർ രണ്ടുപേരും RV-യിൽ തിരിച്ചു പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്കും പോള് വീണ്ടും ടൈലറിനെ പറ്റിയുള്ള ആ ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം പിന്നെയും പ്ലേ ചെയ്യും. അങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ഇത്രയും നേരം നടന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ മറന്നിട്ട് വീണ്ടും ടൈലർ ഇവരോടൊപ്പം ജീവനോടെ തന്നെയുണ്ട് എന്ന് വിചാരിച്ച് ഒന്നേന്ന് പറഞ്ഞ് പിന്നെയും തുടങ്ങുകയാണ്. ഈ സമയം മുതൽ അവർ വിശ്വസിക്കുന്നത് അവരോടൊപ്പം ടൈലർ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ആ ഒരു ഓർമ്മകളായിട്ടാണ് അവർ ജീവിക്കുന്നത്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മൂവി? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.